നമസ്കാരം. ചിലർക്ക് ചില തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ വല്ലാതെ സങ്കടപ്പെടാറുണ്ട്. നമ്മളുടെ മനസ്സിൽ വല്ലാത്ത നോവ് നിറയാറുണ്ട്. അത് ആക്സിഡൻ്റലി സംഭവിക്കുന്ന തെറ്റുകളാണ്, അതായത് മനഃപൂർവ്വമല്ലാതെ സംഭവിക്കുന്ന തെറ്റുകൾ. അപ്പോഴൊക്കെ നമ്മൾ അവരെക്കുറിച്ച് ഓർത്ത് വലിയ തോതിൽ വേദനിക്കാറുണ്ട്, അതിൽ നിരാശരാവാറുണ്ട്. എന്നാൽ ചില കേസുകളിൽ തെറ്റുകൾ ബോധപൂർവമായി വരുത്തി വയ്ക്കുന്ന ചിലരുണ്ട്. അത്തരത്തിൽ ഒരാളാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂർ എന്ന് തന്നെ പറയേണ്ടി വരും. ദീർഘനാളായി അദ്ദേഹം പ്രശസ്തയായ ഒരു നടിയുടെ പിന്നാലെ കൂടുകയും അവരെ നിരന്തരമായി സൈബർ ഇടങ്ങളിലും സോഷ്യൽ മീഡിയകളിലും വേട്ടയാടുകയും ഫോണിൽ വിളിച്ച് അപവാദ പരാമർശങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ 1000 ഏക്കറോളമുള്ള ഒരു വലിയ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്നുമാണ് വയനാട്ടിലുള്ള ബംഗ്ലാവിൽ നിന്നുമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലെത്തിക്കുന്നത്. ദീർഘസമയം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. കോടതിയിലേക്ക് ഹാജരാക്കിയപ്പോൾ ബോബി ചെമ്മണ്ണൂർ വിചാരിച്ചത് ഭരണകൂടവും നീതി സംവിധാനങ്ങളുമൊക്കെ വലിയ പണക്കാരനായ തൻ്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ്. എന്നാൽ ഭരണകൂടം കണ്ണടച്ചു. നീതിദേവത കൃത്യമായ രീതിയിൽ വിധി പ്രഖ്യാപിച്ചു. അങ്ങനെ ബോബി ചെമ്മണ്ണൂർ വീണ്ടും ജയിലിലായിരിക്കുകയാണ്. ദീർഘനാളുകളായി നടി ഹണി റോസിനെ പിന്തുടരുകയും അവരുടെ ഉദ്ഘാടന വേളകളിൽ എത്തുകയും ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു കട ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആയിരുന്നു ഇദ്ദേഹം ഹണി റോസുമായി പരിചയപ്പെട്ടത്. അന്ന് ഹണി റോസിൻ്റെ അനുവാദമില്ലാതെ അവരെ കയ്യിൽ ചേർത്ത് നൃത്തം ചെയ്തു എന്നും അവരെ മാല അണിയിച്ചു എന്നും മോതിരം അണിയിച്ചു എന്നൊക്കെയുള്ളത് വിവാദമായിരുന്നു. അതിന് പിന്നാലെ ഹണി റോസ് പറഞ്ഞത് ഇനി ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു കടകളുടെയും ഉദ്ഘാടനത്തിന് താൻ എത്തില്ല എന്നാണ്. എന്നാൽ അതിന് വിപരീതമായി തൊട്ടടുത്ത ആഴ്ച തന്നെ ഹണി റോസും ബോബി ചെമ്മണ്ണൂരും ചേർന്നുകൊണ്ട് ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു. അത് സത്യത്തിൽ ഹണി റോസ് പോലും അറിയാതെ അവരവിടെ വേദിയിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ ചടങ്ങിൽ ബോബി ചെമ്മണ്ണൂർ ഉണ്ട് എന്ന് അവരറിയുന്നത്. അത് ബോധപൂർവമായി ഉണ്ടാക്കിയെടുത്ത ഒരു ഉദ്ഘാടന വേളയായിരുന്നു എന്ന് പിന്നീട് ഹണി റോസ് തന്നെ പറയുകയുണ്ട്. ഇങ്ങനെ നിരന്തരമായി ഇവരെ സൈബർ ഇടങ്ങളിൽ പൊതുമാധ്യമങ്ങളിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ പരിഹസിക്കുകയും അവർക്കെതിരെ പൊങ്കാലിടുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിലാണ് അവർ നിവൃത്തികേട് കൊണ്ട് ഇങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോയത്. ഈ കേസിലുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് മുൻപ് തന്നെ അവർ മുഖ്യമന്ത്രിയെ ഇത്തരം തനിക്ക് സംഭവിച്ച ദുരിതങ്ങൾ, തനിക്ക് ഉണ്ടായ പരാതികൾ ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പരാമർശങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രി ധരിപ്പിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞത് ധൈര്യമായി നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, നിയമ വ്യവസ്ഥിതി ഭരണകൂടമൊക്കെ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾക്ക് എല്ലാവിധ പോലീസ് സംരക്ഷണവും നൽകുമെന്നാണ്. അങ്ങനെയാണ് ഇപ്പോൾ കാക്കനാടുള്ള ജില്ലാ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂർ എത്തപ്പെട്ടത്. സാധാരണ 5 സഹതടവുകാരോടൊപ്പം ആണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. ഇത്രനാളും പരവതാനിയിൽ അന്തി ഉറങ്ങിയിരുന്ന ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ വെറും പായയിൽ നിലത്ത് കിടക്കേണ്ട അവസ്ഥയിലേക്കാണ്. എന്നാൽ കോടതിയിലേക്ക് വലിയ ഉത്സാഹത്തോടു കൂടി എത്തുമ്പോഴും ബോബി ചെമ്മണ്ണൂർ വിചാരിച്ചത് തനിക്ക് അവിടെ ജാമ്യം അനുവദിക്കും, ബെയിൽ ലഭിക്കും എന്ന് തന്നെയാണ്. അതിനുവേണ്ടി കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു വക്കീലിനെ തന്നെ തനിക്ക് വേണ്ടി വാദിക്കാൻ അദ്ദേഹം നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ വാദം കേട്ടപ്പോൾ തന്നെ കോടതി പറഞ്ഞത് അതായത് ബോബി ചെമ്മണ്ണൂറിന് നോ ബെയിൽ, ഗോ ടു ജയിൽ എന്ന് തന്നെയാണ്. അതായത് ബെയിലില്ല, ജാമ്യമില്ല, നിങ്ങൾ ജയിലിലേക്ക് തന്നെ ജയിലിലേക്ക് തന്നെ നിങ്ങൾ പോകേണ്ടി വരും എന്ന് തന്നെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഈ അദ്ദേഹത്തിൻ്റെ വക്കീൽ പറഞ്ഞത് പ്രകാരമോ എന്തോ പെട്ടെന്ന് ബോബി ചെമ്മണ്ണൂരിന് അവിടെ ഒരു ബോധക്കേട് വരികയും മോഹാലസ്യപ്പെട്ട് വീഴുകയുമായിരുന്നു. മോഹാലസ്യപ്പെട്ട് വീണ ഉടനെ തന്നെ അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കാനായി കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ചികിത്സിക്കാൻ അദ്ദേഹത്തെ പരിശോധിക്കാൻ വേണ്ടി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ വിധി എഴുതി ഇതിന് യാതൊരു പ്രശ്നവുമില്ല, എല്ലാം നോർമലാണ്, സ്വല്പം ഒരു പ്രഷറിൽ ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ നേരെ ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് പോവുകയായിരുന്നു. ജയിലിൽ 14 ദിവസത്തേക്കാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് വിട്ടിരിക്കുന്നത്. 14 ദിവസത്തിന് ശേഷം ഈ കേസ് പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ്. എന്നാൽ അപ്പോഴും ജാമ്യം ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി ചേർക്കപ്പെട്ട കേസുകൾ അത്തരത്തിൽ ബലപ്പെട്ട കേസുകൾ തന്നെയാണ്. ഇത്തരത്തിലൊരു സ്ത്രീയെ വലിയ തോതിൽ
പരിഹസിക്കുകയും അവരെ ലൈംഗിക ചുവയോടുകൂടിയുള്ള പരിഹാസങ്ങൾ കൊണ്ട് നിറയ്ക്കുകയുമൊക്കെ ചെയ്ത വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇപ്പോഴും ഓടിക്കളിക്കുന്നുണ്ട്. ഇത് മാത്രം മതി കോടതിക്ക് ഒരു തെളിവായിട്ട് എടുക്കാൻ. അത്തരത്തിൽ ഈ വീഡിയോകളിലൂടെയുള്ള തെളിവുകൾ സമാഹരിച്ച ശേഷമാണ് കോടതി ഇത്തരത്തിലുള്ള ഒരു വിധി പ്രസ്താവം നടത്തിയത്. അതുകൊണ്ട് തന്നെ ബോച്ചയ്ക്ക് ഇനി എത്ര നാൾ ജയിലിൽ കിടക്കേണ്ടി വരും, ഈ സഹതടവുകാർ കൊള്ളക്കാരോടും പിന്നെ കൊലപാതകികളോടും ഒക്കെ ഒപ്പമുള്ള ഒരു ജയിൽവാസം എത്ര നാൾ ബോച്ചയ്ക്ക് അനുഷ്ഠിക്കേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ പൊതു സമൂഹത്തിൽ ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുവാനും കഴിഞ്ഞ ദിവസം ആളുകളുണ്ടായി എന്നതാണ് ഏറ്റവും ഖേദകരം. കാരണം അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് ഒക്കെ ഇത്തരത്തിന് അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ എന്ന് പറയുന്ന കുറേ ആളുകൾ അവിടെ സംഘടിച്ചെത്തുകയും അദ്ദേഹത്തെ ഇത്രമാത്രം വലിയ ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹം യാദൃച്ഛികമായിട്ട് അല്ലെങ്കിൽ ആക്സിഡൻ്റലി ഒരു തെറ്റിലേക്ക് വഴുതി വീണ ആളല്ല. നിരന്തരമായിട്ട് 1-2 ദിവസമല്ല, നിരന്തരമായിട്ട് ആഴ്ചകളോളം മാസങ്ങളോളം ഒരാളെ പിന്തുടരുകയും അവർക്കെതിരെ ട്രോളുകൾ വയ്ക്കുകയും സാമൂഹിക മാധ്യമങ്ങളിൽ അവരെ നിരന്തരമായി പരിഹസിക്കുകയും അവർക്കെതിരെ പിന്നെ അശ്ലീല പരാമർശം നടത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജയിലിൽ പോകേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഇത് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി വരുത്തിവെച്ച ഒരു തെറ്റ് തന്നെയാണ്, വരുത്തിവെച്ച കാരാഗ്രഹവാസം തന്നെയാണ്. അതിനകത്ത് ആരും ഉത്കണ്ഠപ്പെട്ടിട്ട് കാര്യമില്ല. അനുഭവിക്കേണ്ടത് അനുഭവിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിട്ട് ജയിലിൽ നിന്നും പുറത്തു വരട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം. കാരണം ഈ തെറ്റ് ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഒരു സ്ത്രീക്കെതിരെയും അദ്ദേഹം ചെളിവാരി എറിയാൻ പാടില്ല, ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഇത്തരത്തിലുള്ള തെറ്റുകൾ തിരുത്താനുള്ള ഒരു കാലമായിട്ട് ഈ 14 ദിവസം മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ 14 ദിവസത്തിന് ശേഷമുള്ള കാര്യം അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. 14 ദിവസം കൊണ്ടും അദ്ദേഹം പരിവർത്തനത്തിന് വിധേയനായില്ലെങ്കിൽ കോടതിക്ക് വീണ്ടും ശിക്ഷിക്കാനുള്ള അധികാരവും അവകാശവുമുണ്ട്. തീർച്ചയായിട്ടും